നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റംബൂട്ടാന്റെ തന്നെ ഒരു വളപ്രയോഗത്തിനെ കുറിച്ചാണ് പറയുന്നത്. SOP ചെയ്തു, കഴിഞ്ഞ ആഴ്ചയാണ് ചെയ്തത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് മൈക്രോ ന്യൂട്രിയൻസ് ആണ്. കായൊക്കെ ഇപ്പോൾ ഈ ഒരു പരുവായി, അത്യാവശ്യം SOP ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഉഷാറായി, ഒന്നുകൂടി ഉഷാറായി. ഒരു 2 മഴ കിട്ടാണെങ്കിൽ അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ ഇനി മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫെർട്ടിലോൺ കോംബി 2 ആണ്. കോംബി എക്സ്പെർട്ടിൻ്റെ ഫോളിയർ സ്പ്രേ ചെയ്യുന്ന ഏത് മൈക്രോ ന്യൂട്രിയൻസ് ഉപയോഗിക്കേണ്ടെങ്കിലും നമ്മൾ 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലേക്കാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് നമ്മളൊരു ടാങ്കിൽ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് എത്ര ലിറ്ററാണെന്ന് വെച്ചാൽ അത്രയും ഗ്രാം അതിൽ മിക്സ് ചെയ്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ചെറിയ വീഡിയോ ആണ്, വേറെ കൂടുതലായിട്ടൊന്നുമില്ല, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ നിൽക്കുന്നില്ല. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. നമ്മളുടെ കായകളൊക്കെ നമുക്ക് ഏകദേശം കാണാം, എല്ലാം നല്ല രീതിയിൽ പൂത്ത്, എല്ലാ ശിഖരങ്ങളും തന്നെ പൂത്തിട്ട് കായായിട്ടുണ്ട്. ഒഴിച്ചിലൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. വലിയൊരു പ്രശ്നമില്ലാതെ അത്യാവശ്യം നനയൊക്കെ കൊടുത്ത് എല്ലാം 2 ദിവസം കൂടുമ്പോൾ നനച്ച് നല്ല രീതിയിൽ നിൽക്കുന്നു ഇപ്പോൾ ഇതുവരെ. ഇനിയുള്ള കാലാവസ്ഥയാണ്, കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഈ പ്രാവശ്യം വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ പോകുന്നത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഫെർട്ടിലോൺ കോംബി 2 മിക്സ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതാണ് കോംബോ എക്സ്പോർട്ടിൻ്റെ ഫെർട്ടിലോൺ കോംബി 2. നല്ലൊരു പ്രോഡക്റ്റാണ്. നമ്മൾ ജർമ്മൻ പ്രോഡക്റ്റാണ്, ഇമ്പോർട്ട് ചെയ്താണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്താണ്. ഏകദേശം ഒരു 1/2 കിലോത്തോളം നമ്മൾ ഓർഡർ ചെയ്തു. 1000 ചില്ലാൻ രൂപ അതിന് റേറ്റായി. 2000 രൂപയ്ക്കാണ്, അതിന് മുകളിൽ വരും കിലോ റേറ്റ്. അപ്പോൾ ഇതിൻ്റെ കളറ് ഒരു പച്ച കളറാണ്. അതാണ് നമ്മളുടെ മൈക്രോ ന്യൂട്രിയൻറ്റ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 2 പാക്കറ്റ്, 100ൻ്റെ 2 പാക്കറ്റ് ഉണ്ട്. 200 ഗ്രാമാണ്. 200 ലിറ്ററിൻ്റെ ബാരലിലേക്കാണ് ഇടുന്നത്. ഈ കാണുന്നതാണ്, നമുക്ക് കാണാമെന്ന് വിചാരിക്കുന്നു, ഒരു പച്ച കളറിൽ. ഇത് നമ്മൾ ഒരു 1/2 ബാരൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഇടും, അതിനുശേഷം കുറച്ച് പശയും ചേർക്കും, അതിനുശേഷം വെള്ളം ഫുള്ളാക്കും. ഇത് വെള്ളത്തിൽ നൈസായിട്ട് വീഴും. തരി പോലെ ഇരിക്കുന്ന ഗ്രാനുകളാണ്, പെട്ടെന്ന് ലയിച്ച് ചേരും. നമ്മൾ പശ കൂടി ചേർത്ത് കൊടുക്കണം. അത് 1 ലിറ്ററിലേക്ക് 1/2 മില്ലിയാണ് പശ ചേർക്കേണ്ടത്. അപ്പോൾ 200 ലിറ്ററിലേക്ക് നമ്മൾ 100 ml പശ ചേർക്കണം. ഇവിടെ വളം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം മരത്തിലേക്ക്.